ഹായ് ഓൾ. നമ്മൾ ഡിസംബർ 3 കഴിഞ്ഞിട്ടുള്ള കാറ്റഗറി 1 കേട്ടറ്റ് എക്സാമിന്റെ മാത്സിൽ വരുന്ന ചോദ്യങ്ങളെ ഒന്ന് നോക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്കറിയാം, എക്സാം കഴിഞ്ഞ് പലരും ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കിയിട്ടുണ്ടാവും. അതിൽ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് അറിയാനുള്ള ആകാംക്ഷ പലർക്കും ഉണ്ടാവും. നമ്മൾ എഴുതിയ ഉത്തരങ്ങൾ ശരിയാണോ തെറ്റാണോ ഇതിനെയൊക്കെ കുറിച്ച് അനലൈസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാ അല്ലേ. അപ്പോൾ 3 തീയതി കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഇന്നത്തെ എക്സാമിന്റെ കേട്ടിട്ട് കാറ്റഗറി 1ന്റെ മാത്സിന്റെ ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് സെറ്റ് എയിലുള്ളതാണ് കേട്ടോ. കുറെ കോഡുകൾ ഉണ്ടെന്ന് അറിയാലോ. അതിൽ സെറ്റ് എയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. സോ അതിൽ ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. നോക്കിക്കേ, ഒരു നല്ല ഗണിത പാഠപുസ്തകത്തിന്റെ സവിശേഷതകളിൽ പെടാത്തത് ഏത്? അപ്പൊ ചോദ്യത്തിൽ എടുത്തു ചോദിച്ചിട്ടുണ്ട്, പെടാത്തതാണ് കേട്ടോ. അതിൽ പെടുന്ന ആൾക്കാരല്ല, അതിലില്ലാത്ത ആൾക്കാർ ഏതൊക്കെയാണെന്ന്. അപ്പൊ നോക്കിക്കോ, കുട്ടിയുടെ പ്രകൃതം പരിഗണിച്ചിട്ടുണ്ട്. അതേപോലെ പാഠപുസ്തകത്തിലെ ഭാഷ ലളിതവും വ്യക്തവുമാണ്. ഇത് ഓരോന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യത്തേത് കുട്ടിയുടെ പ്രകൃതം പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഏതൊരു പുസ്തകവും വേണ്ടത്, ശരിയല്ലേ? അപ്പൊ ഗണിത പാഠപുസ്തകത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടറിൽ പെടുന്ന ഒരാൾ തന്നെയാണ് നമ്മുടെ ഓപ്ഷൻ എയും അതേപോലെ ഓപ്ഷൻ ബിയും വരുന്നത് അല്ലെ. ഇനി സിയിലേക്ക് ഒന്ന് നോക്കിക്കേ. സ്വയം വിലയിരുത്തൽ, പരസ്പരം വിലയിരുത്തൽ ഇവയ്ക്ക് അവസരം നൽകുന്ന പാഠപുസ്തകമായിരിക്കണം. അതും പ്രശ്നമില്ലാത്തതാണ്. പക്ഷേ നാലാമത്തത് നോക്കുമ്പോൾ പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങൾ എല്ലാ വിഭാഗം കുട്ടികളെയും പരിഗണിച്ചുകൊണ്ട് ആവണമെന്നില്ല. ശരിയാണോ? അപ്പൊ നോക്കിക്കേ, നമ്മൾ ആദ്യമേ ഈ ടെക്സ്റ്റ് ബുക്കിന്റെ കാര്യം പറയുമ്പോൾ തന്നെ പറയുന്ന ഒരു കാര്യമാണ്, എല്ലാ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർക്കും ഒരുപോലെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ പ്രിപ്പറേഷൻ വേണ്ടത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം പഠിച്ച ഒരാൾക്ക് ഇത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഓപ്ഷൻ ഡി ആണ് ഇതിൽ പെടാത്ത ആളെന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ കറക്റ്റ് ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആയിരിക്കും. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുവാണ്. ആ ക്വസ്റ്റ്യനിൽ നോക്കിക്കേ, നമുക്ക് തന്നിരിക്കുന്നു റോമൻ സംഖ്യ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ റോമൻ സംഖ്യകൾ നിങ്ങൾക്ക് അറിയാം, ഇതിന്റെ ഇക്വലന്റ് ആയിട്ട് വരുന്ന സംഖ്യ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ ഇങ്ങോട്ട് നോക്കുമ്പോൾ മനസ്സിലാവും MMXXII അല്ലെ. ഇതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആള്. അപ്പൊ ഇതിനെ ഇക്വലന്റ് ആയിട്ട് നിങ്ങൾ എന്തിലോട്ട് മാറ്റണം? നമ്മുടെ സംഖ്യയിലേക്ക്. ഏതാണ് അതിന്റെ കറക്റ്റ് ആയിട്ട് വരുന്ന സംഖ്യ എന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ അതിന് ചെയ്യേണ്ട രീതി എങ്ങനെയാന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നോക്കിക്കോളൂ, ഇതില് M എന്ന് പറഞ്ഞാല് 1000 ആണ് അല്ലെ. അപ്പൊ എത്ര M വരുന്നുണ്ട്? അതേപോലെ എക്സിന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാലോ, 10 ആണ്. അതുപോലെ I എന്ന് പറഞ്ഞാൽ അത് 1 ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ശരിയാണല്ലോ. അപ്പോൾ M+M+X+X+I+I അങ്ങനെ നമുക്കത് എടുക്കാം അല്ലെ. അപ്പം 1000 + 1000 2000, പിന്നെ 10+10 എന്ന് പറഞ്ഞാൽ എത്രയായി? 20 അപ്പൊ 2020. പിന്നെ ഒരു I+I ഉണ്ടല്ലോ, അപ്പം 2 കൂടെ വന്നു. അപ്പൊ നമ്മുടെ ആൻസർ എത്രയായിരിക്കും? 2022 എന്ന് വരും. ഇതാണ് അതിന് ഇക്വലന്റ് ആയിട്ട് വരുന്ന ആള്. ഇനി അടുത്ത ഒരു ചോദ്യം നോക്കാം. MMXX11 അല്ലെ. ഇങ്ങനെ എഴുതുന്ന റോമൻ സംഖ്യ ഏത് സംഖ്യയാണ് സൂചിപ്പിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും, എങ്ങനെയാണ് ഇതിനെ ചെയ്യാന്നുള്ളത്. ആ സമയത്ത് നിങ്ങൾക്ക് അറിയേണ്ടത് M അതേപോലെ 2M-ഉം 2X-ഉം 2 ആണ് ഉള്ളത് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? M എന്ന് പറഞ്ഞാൽ അത് ആരെയാണ് ഇൻഡിക്കേറ്റ് ചെയ്തത്? M എന്ന് പറയുന്ന റോമൻ സംഖ്യ ആരെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് അറിയണം, ശരിയല്ലേ? സോ ഇവിടെ നമ്മൾ അതിനെ 1000 ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഒരു M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അതേപോലെ അടുത്ത M-ഉം എത്ര തന്നെയായിരിക്കും? 1000. പിന്നെ ഈ എക്സിന്റെ നമുക്കറിയാലോ 10, എഗെയിൻ 10. പിന്നെ ലാസ്റ്റത്തെ 2 പേരും 1 ആണ്. അതിന് ഞാൻ 2 എന്ന് എഴുതാണേ. ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് വരുന്ന ഉത്തരം എന്തായിരിക്കും? 2022. സോ ശരി ഉത്തരമായിട്ട് നമുക്ക് ആരെ പറയാം? ഓപ്ഷൻ എ ആണെന്നുള്ളത് പറയാൻ വേണ്ടി സാധിക്കും, ശരിയാണല്ലോ. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരവായിട്ട് വരുന്നത് നമ്മുടെ ഓപ്ഷൻ എ ആണ്, 2022. ഇനി അടുത്തതായിട്ട് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ, ഹു റോട്ട് ദ ഫേമസ് മാത്തമാറ്റിക്കൽ ആൻഡ് ആസ്ട്രോളജിക്കൽ ബുക്ക്? അപ്പൊ പുസ്തകത്തിന്റെ പേര് തന്നിട്ടുണ്ട്, തന്ത്ര സംഗ്രഹം. ഈ ബുക്ക് ആരുടേതാന്നുള്ളതാണ്. ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മുടെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, കേളല്ലൂർ നീലകണ്ഠ സോമയാജി. ഇദ്ദേഹത്തിന്റെ പുസ്തകമാണ് ഈ തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് അതിന്റെ ഉത്തരം ഏതാണെന്ന് മനസ്സിലാവും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഇനി വീണ്ടും നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുമ്പോൾ നോക്കിക്കേ, ദീപേഷ് ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക്. വർക്കിൽ നിന്നും വരുന്ന അല്ലെ, പ്രവൃത്തിയിൽ നിന്നും വരുന്ന ചോദ്യമാണ്. അപ്പൊ ഈ ചോദ്യത്തിനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്താനുണ്ടല്ലോ. അപ്പോ നമുക്ക് നോക്കാം. ദീപേഷ്, ഞാൻ അവിടെ ഡി ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യണേ. ദീപേഷ് 4 ദിവസം കൊണ്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ദീപേഷ് ഒരു ദിവസം എടുക്കുന്ന ജോലി എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/4 ആണ് അല്ലെ. അതേപോലെ ബിന്ദുവിന്റെ വർക്കോ, ബിന്ദുവിന്റെ നമുക്ക് എത്ര പറയാം? 6 ദിവസമാണ് എടുക്കുന്നതെങ്കിൽ ഒരു ദിവസം എടുക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ 1/6 ആയിരിക്കും. അതേപോലെ
നമ്മുടെ രൂപേഷ് ലാസ്റ്റ് ആള് രൂപേഷ് ചെയ്യുന്നത് 12 ദിവസമാണെങ്കിൽ നിങ്ങൾക്കറിയാം അതിന്റെ വർക്ക് എത്രയായിരിക്കും 1/12 ആയിരിക്കും. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ ഇവർ 3 പേരും കൂടെ ഒരുമിച്ച് ഈ ജോലി ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതെല്ലാം കൂടി എന്ത് ചെയ്യും? കൂട്ടണം അല്ലെ? ഇതിനെ എല്ലാത്തിനെയും കൂടെ കൂട്ടിയാൽ എന്താ വരാ? 1/4 പ്ലസ് 1/6 പ്ലസ് 1/12. അപ്പം ഇത് നമ്മുടെ ഭിന്നസംഖ്യകളുടെ അഡീഷൻ ആണ് അല്ലെ? അപ്പൊ നിങ്ങൾക്ക് അത് അറിയുന്നതായിരിക്കും. ഇതിലെ ഛേദഭാഗം എല്ലാം തുല്യമാക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഇതിന്റെ ഛേദഭാഗം തുല്യമാക്കാൻ നിങ്ങൾക്ക് 12ലേക്ക് ആക്കാൻ എളുപ്പത്തിൽ സാധിക്കുന്നതുകൊണ്ട് മുകളിലും താഴെയും നിങ്ങൾക്ക് 3 കൊണ്ട് ഗുണിക്കാം. ഇവിടെ മുകളിലും താഴെയും 2 കൊണ്ട് ഗുണിക്കാം. മറ്റേത് ഓൾറെഡി 12 തന്നെയാണ് അടിയിൽ, പ്രശ്നമൊന്നുമില്ല. അപ്പൊ നേരെ നിങ്ങൾക്കൊന്ന് കൂട്ടി പറഞ്ഞൂടെ? 3 പ്ലസ് 2 പ്ലസ് 1/12. അപ്പൊ എത്ര കിട്ടി? 6/12 എന്ന് കിട്ടി അല്ലെ? അപ്പൊ നമ്മുടെ ഉത്തരം 6/12 അല്ല, പകരം ഇയാളെ എന്ത് ഇടേണ്ടതായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്? നേരെ തിരിച്ചിടുന്നതാണല്ലോ ഒരുമിച്ച് തീർക്കുന്ന ദിവസങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ ഇതിനെ നേരെ തിരിക്കുമ്പോൾ ആൻസർ എന്തായി? 12/6, അതായത് 2 ദിവസം എന്ന് നമുക്ക് അവിടെ കിട്ടും. അപ്പൊ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 2 ആണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് നീങ്ങുന്നു. വിച്ച് വിൽ ബി ദ നെക്സ്റ്റ് നമ്പർ? അപ്പൊ തന്നിരിക്കുന്ന സീക്വൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അതിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട ആൾ ആരാണെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത് വരുന്ന 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസമോ അല്ലെങ്കിൽ അവരെങ്ങനെയാ പോകുന്നത് എന്നുള്ള ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ആളെ പറയാൻ എളുപ്പമായിരിക്കും അല്ലെ? അപ്പൊ ഇത് നോക്കിക്കേ, 2 4ലേക്ക് പോകുമ്പോൾ ഇപ്പൊ 2 4 12 48 അതേപോലെ 240. ഇത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ? 2 × 2 ആണ് നമുക്ക് 4 ആണെന്ന് അറിയാം. ഓക്കെ, അപ്പൊ അടുത്ത ഉത്തരം നിങ്ങൾക്ക് 4 കിട്ടി. ഇനി ഈ കിട്ടിയ 4നോട് 3 ഗുണിക്കുമ്പോഴല്ലേ 12 വരുന്നത് അല്ലെ? അപ്പൊ നമ്മള് ഉത്തരമായി കിട്ടിയ സംഖ്യ ആരാണോ സംഖ്യയോട് 3 ഗുണിച്ചപ്പോൾ എന്ത് കിട്ടി? 12 എന്ന് കിട്ടി. ഇനി നിങ്ങൾ നോക്കിക്കേ, കിട്ടിയ ഉത്തരം അടുത്തത് 12. അപ്പൊ 12നോട് 2 ആണ് 3 ആണ്. അടുത്ത സംഖ്യ ഏതായിരിക്കും? 4. അപ്പൊ നിങ്ങൾക്ക് എത്ര കിട്ടി? 48 കിട്ടി. എഗെയിൻ നോക്കുമ്പോൾ 48നോട് 5 ഗുണിച്ചാലാണ് എത്ര വരുന്നത്? 240. അപ്പൊ സ്വാഭാവികമായിട്ടും അടുത്ത സംഖ്യ കിട്ടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 240നോട് എത്ര ഗുണിക്കണം? 6 ഗുണിക്കണം അല്ലെ? ഇത് നോക്കിയാൽ മനസ്സിലാവും. 48 ഗുണിക്കണം 5 ആണ് 240. അപ്പൊ 5 വരെ അവിടെ എത്തിയെങ്കിൽ അടുത്ത സംഖ്യ സ്വാഭാവികമായിട്ടും 6 ആയിരിക്കുമല്ലോ. അപ്പൊ 240 ഗുണിക്കണം 6 ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എത്രയാണ്? 1440. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? നമ്മുടെ അതിന്റെ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് നമ്മുടെ ഉത്തരം ഡി ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്നവയിൽ ഫാദർ ഓഫ് മോഡേൺ മാത്തമാറ്റിക്സ്, അതായത് ആധുനിക ഗണിതശാസ്ത്രത്തിന്റെ പിതാവ്, ഇത് എന്ന് പറയുന്നതും ഒരു ഡയറക്റ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലെ? നമുക്കറിയാം റെനെ ദെക്കാർത്തേയാണ് മോഡേൺ മാത്തമാറ്റിക്സിന്റെ ഫാദർ ആയിട്ട് നമ്മൾ പറയുന്ന ആള്. സോ അത് ഡയറക്റ്റ് ഓപ്ഷൻ ആണ്. നിങ്ങൾക്ക് നേരിട്ട് ഉത്തരം ഓപ്ഷൻ ഡി എന്ന് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് വരുന്നതോ? അടുത്ത ചോദ്യം നോക്കിക്കേ, ചിൽഡ്രൻസ് ഡേ അല്ലെ? അതായത് ശിശുദിനം എന്ന് പറയുന്നത് 2021 ഒരു സൺഡേ ആണെങ്കിൽ, ഒരു ഞായറാഴ്ചയാണെങ്കിൽ വരുന്ന റിപ്പബ്ലിക് ഡേ എന്നായിരിക്കും എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ആദ്യം അറിയേണ്ട കാര്യം എന്താണ്? ഓരോരോ ഡേയ്സും തന്നിട്ടേ ഉള്ളൂ അല്ലെ? അത് കൃത്യമായിട്ട് ഡേറ്റ് അവർ പറഞ്ഞിട്ടില്ല. അപ്പൊ ശിശുദിനം എന്നാണെന്ന് നമുക്ക് അറിയണം, റിപ്പബ്ലിക് ഡേ എന്നാണെന്ന് അറിയണം. ഈ ശിശുദിനം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ അത് എന്നായിരിക്കും? നവംബർ 14 അല്ലെ? അതേപോലെ ഡിസംബർ മാസം അവിടെ കംപ്ലീറ്റ് ഉണ്ട്. പിന്നെ ജനുവരിയിലെത്തി അവിടെ 26-ാം തീയതിയാണ്. ജനുവരി 26-നാണ് നമുക്ക് എന്ത് വരുന്നത്? നമ്മുടെ റിപ്പബ്ലിക് ഡേ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് മൊത്തം എത്ര ദിവസങ്ങൾ ഉണ്ട് എന്നുള്ളത് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾ ആഡ് ചെയ്ത് നോക്കുക. നവംബർ 14 കഴിഞ്ഞ് അടുത്തത് നവംബർ 30 ദിവസമാണല്ലോ. ആ 30 ദിവസത്തിലേക്ക് ഇനി എത്ര ദിവസങ്ങളാണ് ഉണ്ടാവുക? 16 ദിവസം കൂടി ഉണ്ടാവും അല്ലെ? അപ്പൊ ഞാൻ ഇവിടെ ആഡ് ചെയ്യണേ. 16 ദിവസം ഉണ്ടാവും. ഇവിടെ എത്ര ദിവസമായിരിക്കും? ഡിസംബർ കംപ്ലീറ്റ് പറഞ്ഞാൽ 31 ദിവസങ്ങളുണ്ട് അല്ലെ? അപ്പൊ ഇതിനെ നമുക്ക് 31 ദിവസങ്ങൾ പറയാം. ആൻഡ് ഇതിൽ ബാക്കി വരുന്നത് ജനുവരി 26ലേക്ക് 26 ദിവസങ്ങൾ. അങ്ങനെ ടോട്ടൽ എത്ര ദിവസങ്ങൾ ഉണ്ട് എന്നുള്ളത് എണ്ണുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം എത്രയായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 73 അല്ലെ? 73 ദിവസങ്ങളാണ് അവിടുന്ന് കിട്ടുന്നത് ആണല്ലോ. ഈ 73 ദിവസം നമുക്ക് അറിയേണ്ട ഒരു കാര്യം, ഓരോരോ 7 ദിവസങ്ങൾ കഴിയുമ്പോഴും ആഴ്ചയിലെ ദിവസം റിപ്പീറ്റ് ചെയ്യും നമുക്കറിയാലോ. ഇപ്പൊ ഇന്ന് ഞായറാഴ്ചയാണെങ്കിൽ ഇനി 7ാമത്തെ ദിവസം വരുമ്പോൾ എങ്ങനെയായിരിക്കും? വീണ്ടും ഞായറാഴ്ചയാണ് വരുന്നത് അല്ലെ? അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക. ഈ 73നെ 7 കൊണ്ട് ഹരിക്കുക. അപ്പൊ ശിഷ്ടം നിങ്ങൾക്ക് എത്ര കിട്ടും? 3 കിട്ടുമല്ലോ. 73നെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പറ്റില്ല, 7ൽ ഹരിക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പൊ 70 കൃത്യമായിട്ട് പോകുന്നതെന്ന് അറിയുന്നത് കൊണ്ട് 70ാമത്തെ ദിവസവും ആരാവാനാണ് സാധ്യത? സൺഡേ തന്നെയല്ലേ ആണല്ലോ. അപ്പൊ 70ാമത്തെ ദിവസം സൺഡേ ആണെങ്കിൽ 73ാമത്തെ ദിവസത്തിലേക്ക് നമുക്ക് 3 ദിവസം കൂടെ മുന്നോട്ടേക്ക് പോകണം. ശരിയാണല്ലോ. അപ്പം 3 ദിവസം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച കഴിഞ്ഞാൽ തിങ്കൾ, ചൊവ്വ, ബുധൻ. അപ്പൊ നമ്മുടെ ഉത്തരം എന്തായിരിക്കും? അടുത്തത് ബുധനാഴ്ച ആയിരിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ക്ലിയർ അല്ലേ?
ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നോക്കുമ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ അല്ലെ, തുറന്ന ചോദ്യം. നമ്മൾ കണ്ടതാണ് തുറന്ന ചോദ്യത്തിന്റെ പ്രത്യേകത എന്താണെന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ പെടുന്നതിൽ ഏതാണ് തുറന്ന ചോദ്യത്തിന്റെ പ്രത്യേകത അല്ലാത്തത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നോക്കിക്കോളൂ, ഓൾ റൈറ്റ് ആൻസേഴ്സ് ഷുഡ് ബി സെയിം, എല്ലാ ശരി ഉത്തരങ്ങളും ഒരേപോലെ വരണം എന്നുണ്ട്. രണ്ടാമത്തത് പറയുന്നത് എന്താ, സാധ്യമായ അനേകം ഉത്തരങ്ങളുണ്ട്, ഒരുപാട് ഉത്തരങ്ങൾ വന്നേക്കാം. മൂന്നാമത്തത് പരസ്പര പ്രശ്ന പരിഹരണത്തിന് വിവിധ മാർഗങ്ങൾ ഉണ്ട് അല്ലെ. എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ, ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേറെയും ഒരുപാട് മെത്തേഡുകൾ, ഒരു ഒറ്റ വഴിയിലൂടെ അല്ലാതെ ഒരുപാട് വഴിയിലൂടെ സഞ്ചരിക്കാൻ പറ്റും. അതേപോലെ സ്വതന്ത്രമായ ചിന്ത സാധ്യമാക്കുന്നു, നമുക്ക് ഡൈവേർജന്റ് ആയിട്ട് തിങ്ക് ചെയ്യാനുള്ളൊരു കഴിവ് അവിടെ കൊണ്ടുവരുന്നു. അപ്പൊ ഇതിൽ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് ഒരു ചോദ്യത്തിന് എപ്പോഴാണ് നമ്മൾ ഓപ്പൺ എൻഡഡ് അല്ലെങ്കിൽ തുറന്ന ചോദ്യം എന്ന് പറയാറ്, അതിന് പല ഉത്തരങ്ങളും നമുക്ക് നൽകാൻ സാധിക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് കറക്റ്റായിട്ട് അതിൽ പെടാത്തത് എന്ന് ചോദിച്ചത് കൊണ്ട് കൃത്യമായിട്ട് നമുക്ക് ആരെ പറയാം, എ എന്ന് പറയുന്ന ആളെ പറയാം. റീസൺ എന്താണ്, എല്ലാ ചോദ്യത്തിന്റെ ഉത്തരവും സെയിം ആവണം എന്ന് നിർബന്ധമില്ല. അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ് അയാളെ നമ്മൾ തുറന്ന ചോദ്യം അല്ലെങ്കിൽ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ എന്ന് അതിനെ വിളിക്കാനുള്ള കാരണം. സോ ഓപ്ഷൻ എ ആണ് അവിടെ ശരി ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. താഴെ തന്നതിൽ ജനറൽ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് പ്രശ്ന നിർദ്ധാരണം ചെയ്യുന്നത്, അതായത് എന്താണ്, നിങ്ങൾക്ക് പൊതുവായിട്ടൊരു തത്വം ഉപയോഗിച്ച് അതിന്റെ പ്രശ്ന നിർദ്ധാരണ അനുയോജ്യമായ ഏറ്റവും നല്ലത് ഏതാണെന്ന് ചോദിച്ചാൽ ഈ 4 എണ്ണവും നമ്മൾ ഓൾറെഡി ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാ അല്ലേ. അപ്പൊ അതിൽ നിങ്ങൾക്ക് അറിയാം ഡയറക്റ്റ് ഉത്തരവാണ് ഏതാണ്, സിന്തറ്റിക് മെത്തേഡ് അഥവാ ഉദ്ഗ്രഥന രീതി എന്ന് പറയുന്നതാണ്. അതും നേരിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ്, നേരിട്ട് നിങ്ങൾക്ക് അതിന്റെ ഉത്തരവും കണ്ടുപിടിക്കാം. ഇനി അടുത്തൊരു ചോദ്യം നോക്കിക്കേ, 40ാമത്തെ ചോദ്യം അല്ലെ. വാട്ട് ഇസ് ദ വാല്യൂ, തന്നിരിക്കുന്നത് ഒരു 4 സംഖ്യകൾ ഗുണിക്കാൻ തന്നിട്ടുണ്ട്, അതിന്റെ ഉത്തരം എന്താണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ എങ്ങനെയാ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കുന്നത് നോക്കിക്കോളൂ. നമുക്കറിയാം ഇവിടെ തന്നിരിക്കുന്ന വാല്യൂസ് എന്ന് പറയുമ്പോൾ 5 ഉണ്ട് അല്ലെ, 5 അങ്ങനെ തന്നെ വെക്കുന്നു. ഇനി 0.5 എന്ന് പറയുന്നതിനെ ഞാൻ ഗുണിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് എങ്ങനെ മാറ്റാൻ വേണ്ടി പോവാ, ഭിന്നസംഖ്യയിലേക്ക് മാറ്റാണ്. അപ്പൊ ദശാംശത്തിനെ പെട്ടെന്ന് ഭിന്നസംഖ്യ ആക്കുന്ന രീതികൾ നമുക്കറിയാലോ. 0.5നെ നമുക്ക് 5/10 എന്ന് എഴുതാം അല്ലേ. ഇനി അടുത്ത ആളോ 0.05 ആണ്, അതിനെ നമുക്ക് 5/100 എന്ന് എഴുതാം. അതായത് പോയിന്റിന് ശേഷം 2 സ്ഥാനം ഉണ്ടെങ്കിൽ താഴെ 2 പൂജ്യങ്ങൾ ഉണ്ടാവും നമ്മൾ പഠിച്ചതാണ്. ഇനി അതേപോലെ അവസാനത്തെ ആളെയോ 1000 എന്ന് നമുക്ക് എഴുതാം, ശരിയല്ലേ. ഇനി നിങ്ങൾക്കറിയാം ഇതിന്റെ താഴെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു 1 ഇട്ട് കൊടുത്തു. ഗുണനമായതുകൊണ്ട് നിങ്ങൾക്ക് അംശങ്ങളെ നേരെ ഗുണിക്കാം, ഛേദങ്ങളെയും നേരെ ഗുണിക്കാം. അപ്പൊ 5 × 5 × 5 × 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 25 × 25 625 ആണ് അല്ലെ. ഹരിക്കണം താഴെയുള്ള പൂജ്യങ്ങളുടെ എണ്ണം കൂടി നോക്കാം. മൊത്തം എത്ര പൂജ്യങ്ങളായി, 1 പിന്നെ 3 ഇവിടെ 3, അപ്പം ടോട്ടൽ 6 പൂജ്യങ്ങൾ ഉണ്ടെന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കറിയാലോ 6 പൂജ്യങ്ങൾ വരുമ്പോൾ ദശാംശ ബിന്ദുവിന് ശേഷം 6 സ്ഥാനങ്ങൾ ഉണ്ടായിരിക്കണം. അങ്ങനെ നോക്കുമ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത് നോക്കാം. അപ്പൊ 6 സ്ഥാനങ്ങൾ ഉള്ളതിൽ വെച്ച് പറയുമ്പോൾ ഈ എ എന്ന് പറയുന്ന ഓപ്ഷനിൽ 5ന് ശേഷമാണ് ഒരു പൂജ്യം വരുന്നത്. അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല അല്ലെ. നമ്മുടെ ഉത്തരം എന്താണോ അതിന്റെ മുന്നേ ആയിട്ടാണ് നമ്മൾ പൂജ്യങ്ങൾ ഇട്ട് കൊടുക്കാറ്. അങ്ങനെ നോക്കുമ്പോൾ ഏതായിരിക്കും കറക്റ്റ് 6 സ്ഥാനങ്ങൾ വരുന്നത് നോക്കിക്കേ. 3 പൂജ്യവും നമ്മുടെ 625 കൃത്യമായിട്ട് വരുന്നത് ഏതാണ്, ഓപ്ഷൻ ബിയിലായതുകൊണ്ട് ശരി ഉത്തരവും ആര് തന്നെയാണ്, ഓപ്ഷൻ ബി ആണെന്ന് നമുക്ക് പറയാം, ശരിയല്ലേ. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. 41ാമത്തെ ചോദ്യം, ഈ തന്നിരിക്കുന്നതിൽ എത്ര ക്യൂബുകൾ ഉണ്ടെന്ന് എണ്ണാനാണ് കേട്ടോ. അപ്പൊ ഇത് എണ്ണുന്ന സമയത്ത് നമുക്ക് പുറമേ നിന്നും പ്രകടമാവുന്ന ആൾക്കാരെ മാത്രം എണ്ണിയാൽ പോരാ, ഇത് അട്ടിക്ക് എടുത്ത് വെച്ച പോലെ ആയതുകൊണ്ട് ഒരാളുടെ അടിയിൽ മറ്റേയാൾ ഉണ്ടാകും എന്നുള്ള ഓർമ്മ കൂടെ വേണം. അങ്ങനെ എണ്ണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ മുകളിൽ 1 കാണുന്നില്ലേ, ആ 1ന്റെ താഴെയായിട്ട് 3 എണ്ണം കൂടെ വേറെയുണ്ട് അല്ലെ. പിന്നെ അതാ ഇവിടെ 2 പേരുണ്ട്, അതിന്റെ താഴെയും നിങ്ങൾക്ക് 2 എണ്ണം താഴേക്ക് കാണാം, 2ന്റെയും താഴേക്ക് കാണാം. അതേപോലെ ഇവിടെ 3 എണ്ണം ഉണ്ട്, അതിന്റെ താഴെയും 3 എണ്ണം താഴേക്ക് ഉണ്ടായിരിക്കും. പിന്നെ പുറമേയിലൂടെ കാണുന്ന 1 2 3 4 5 6, അപ്പൊ മൊത്തം എത്ര എണ്ണമായി നോക്കിക്കേ, 1 താഴെയുള്ള 2 3 4, പിന്നെ 5 6, അതിന്റെ താഴെ വരുന്ന 7 8 9 10 11 12 13, ആ 13 എണ്ണവും കഴിഞ്ഞ് അതിന്റെ താഴെയും വരുന്നുണ്ട് 14 15 16, പിന്നെ എങ്ങനെ വരുന്നു 17 18 19 20 21 22, ടോട്ടൽ 22 എണ്ണത്തിന് നമുക്ക് എണ്ണി കിട്ടാവും. അതായത് ഇങ്ങനെ കാണുമ്പോഴുള്ളതല്ല, അത് അട്ടിക്ക് വെക്കുകയാണെന്നുള്ള ഓർമ്മ വേണം. ഏറ്റവും മുകളിൽ നിൽക്കുന്നതിന്റെ എതിർവശത്ത് ബാക്ക് സൈഡിൽ കൂടെ നോക്കിയാൽ അതിന്റെ അടിയിലേക്കും ആൾക്കാരെ നമുക്ക് കാണാം അല്ലെ. അങ്ങനെ നോക്കുമ്പോൾ ടോട്ടൽ 22 എണ്ണാണ് നമുക്ക് എണ്ണുമ്പോൾ കിട്ടുന്നത്, ശരിയാണല്ലോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണേ. രാജു സ്പെൻഡ് 75% അയാളുടെ കിട്ടിയ വരുമാനത്തിൽ നിന്നും 75% ഉപയോഗിച്ച് തീർക്കുന്നുണ്ട്. അതേപോലെ അതിൽ നിന്നും ബാക്കി 44,000 രൂപ, സോറി 44,000 അല്ല 4,400 രൂപയാണ് അല്ലെ. 4,400 രൂപ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, മാസത്തിൽ സേവ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ മാസത്തിൽ കിട്ടുന്ന വരുമാനം എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇത്
ഓർക്കുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം 75% അയാൾ ചിലവാക്കുന്നു എങ്കിൽ സേവ് ചെയ്യുന്നത് ബാക്കി എത്ര ശതമാനമായിരിക്കും അത് വെച്ചിട്ടാണ് നമ്മൾ പിടിച്ചു കയറേണ്ടത്. കാരണം 4400 എന്ന് പറയുന്നത് അയാളുടെ സേവിങ്സ് ആണ് അല്ലെ, അത് നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് 75% നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 25% ആയിരിക്കുമല്ലോ അയാൾ സേവ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ ആ പൈസ എത്രയാണെന്ന് നമുക്ക് അറിയാത്തത് കൊണ്ട് അതിനെ നമുക്ക് ആരാക്കി വിളിക്കാം, എക്സ് ആക്കി എടുക്കാം കേട്ടോ. ആ എക്സ് എന്ന് പറയുന്ന സംഖ്യയിൽ ഓർത്തിരിക്കുക, നമ്മൾ എടുക്കുന്നത് എക്സ് ആണെങ്കിൽ ഈ എക്സ് എന്ന് പറയുന്ന സംഖ്യയുടെ 25% ആയിരിക്കില്ലേ തന്നിരിക്കുന്ന 4400 എന്ന് പറയുന്നത്, ശരിയല്ലേ? അപ്പൊ നിങ്ങൾ തന്നതിൽ നിങ്ങൾക്ക് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഓർത്തു വെക്കേണ്ടത് എത്രയാണ് ബാക്കി വരുന്ന ശതമാനം എന്നുള്ള കാര്യമാണ് കേട്ടോ. അപ്പൊ ബാക്കി വരുന്ന ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75 പോയാൽ ബാക്കി 25%. ആ 25% ആയിരിക്കും ഈ സേവ് ചെയ്യുന്ന പൈസ, ശരിയല്ലേ? ഇനി ഇത് വെച്ചിട്ട് വേണം നമ്മൾ ബാക്കി എക്സിനെ കണ്ടുപിടിക്കാൻ. കാരണം എക്സ് ആണ് നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. എത്രയാണ് മന്ത്ലി ഇൻകം എന്നല്ലേ, ആ ഇൻകത്തിനാണല്ലോ നമ്മൾ എക്സ് ആക്കി എടുത്തിരിക്കുന്നത്. അപ്പൊ എക്സിന് മാത്രം ഇവിടെ വെക്കുന്നു, ഈ സംഖ്യയെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇയാൾ നേരെ തലകുത്തനെ തിരിയുന്നു. അപ്പൊ എന്താ വരിക, എക്സ് ഈക്വൽ ടു 4400 ഗുണിക്കണം 100/25 അല്ലെ, തിരിഞ്ഞു വരുമല്ലോ. അപ്പൊ ഇതും കൂടെ നമുക്ക് വെട്ടിച്ചെറുതാക്കിയാൽ ഇത് 4 എന്ന് വരും. 4 ഗുണിക്കണം 4400, നമ്മുടെ ഉത്തരം എത്രയായിരിക്കും? ഓപ്ഷൻ സിയിൽ വരുന്ന 17,600 രൂപയായിരിക്കും. അപ്പൊ അങ്ങനെ എളുപ്പത്തിൽ നിങ്ങൾക്ക് അതിനെ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. ശരിയാണല്ലോ. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. വയസ്സിന്റെ കുറിച്ചിട്ടുള്ള അല്ലെ, ശരാശരിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നിരിക്കുന്ന ചോദ്യമാണ്. അപ്പൊ നോക്കിക്കേ, 25 കുട്ടികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ ശരാശരി കാണാൻ എന്താ ചെയ്യുക, എല്ലാവരുടെയും എത്ര ഏജ് ഉണ്ടോ ആ ഏജുകളെ മൊത്തത്തിൽ കൂട്ടിയിട്ട് മൊത്തം സംഖ്യകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെയാണല്ലോ ചെയ്യാറ്. അപ്പൊ ഇവരുടെ ഏജിന്റെ തുക അല്ലെ, ആ തുകയെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ബൈ എത്ര എണ്ണം എന്നാണല്ലോ, ഇങ്ങനെയാണല്ലോ നമ്മൾ ശരാശരി കാണാൻ പഠിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് 10 ആണെന്ന് തന്നിട്ടുണ്ട്. തുക എത്രയാണെന്ന് നമുക്ക് അറിയില്ല, അതുകൊണ്ട് അതിന് അങ്ങനെ തന്നെ വെക്കുന്നു. ഇനി എണ്ണം എന്ന് പറഞ്ഞാൽ അറിയാം 25 ആണെന്ന് അല്ലെ. അപ്പൊ തുക ബൈ 25, അതായത് എണ്ണം 25 ആണ്, അത് എത്രയാണ്, 10 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്നും നമുക്ക് തുക എത്രയാണെന്ന് കണ്ടുപിടിച്ചൂടെ? തുക ഈക്വൽ ടു എത്രയായിരിക്കും, 25 × 10, അതായത് 250 ആയിരിക്കും നമുക്ക് വന്നിട്ടുള്ള തുക. ഇനി ചോദ്യത്തിൽ നോക്കേണ്ട കാര്യം ആഫ്റ്റർ 5 ഇയേഴ്സ് അല്ലെ, 5 വർഷങ്ങൾക്ക് ശേഷം. 5 വർഷം ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എടുത്തിരിക്കുന്ന എല്ലാ ആൾക്കാരുടെയും 25 ആൾക്കാരുടെ ഏജിലേക്ക് ഒരു 5 വർഷം കൂടുതൽ വന്നിട്ടുണ്ടാവില്ലേ അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഓരോരുത്തരുടെയും വയസ്സിനോട് നമ്മൾ 5 വെച്ച് കൂട്ടേണ്ടി വരും. അപ്പൊ മൊത്തം എത്ര ആൾക്കാരാ, 25 പേര്. ഈ 25 പേരിലേക്കും 5 എക്സ്ട്രാ വന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ 25 തവണ ഈ 5നെ ആഡ് ചെയ്യണം അല്ലെ. അതായത് 25 ഗുണിക്കണം 5 ചെയ്യുന്ന ഒരാളും കൂടി ആ തുകയുടെ കൂട്ടത്തിലേക്ക് വരും എന്നാണ് അതിന്റെ അർത്ഥം. ശരിയാണല്ലോ. അപ്പൊ നമുക്ക് അതൊന്ന് വേഗം കണ്ടുവെക്കാം. 25 ഗുണിക്കണം 5 എത്രയാണ്? 25 ഗുണിക്കണം 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 125 ആണ് അല്ലെ. അപ്പൊ നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് ആ 125 കൂടി എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, അതിലേക്ക് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ പുതിയ ശരാശരി എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യമേ ഉണ്ടായിരുന്ന തുകയിലേക്ക് ഈ 125 എക്സ്ട്രാ വരും. ബൈ ആളുകളുടെ എണ്ണത്തിൽ മാറ്റൊന്നുമില്ല, അത് എത്ര തന്നെയാണ്, 25 തന്നെയാണ്. അപ്പൊ ഇങ്ങനെ എഴുതിയാൽ മതി. ഇനി തുക എത്രയായിരുന്നു നമുക്കറിയാലോ, 250. അതൊന്ന് കൊടുത്തു നോക്കിയാൽ എത്രയാ വരാ, 250 പ്ലസ് 125 ഹരിക്കണം 25 അല്ലെ. അപ്പൊ ഇതിന്റെ ഉത്തരം എത്രയായിരിക്കും, 375/25. ഇത് ഹരിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും 15 ആണ് ശരാശരി വയസ്സായിട്ട് നമുക്ക് ലഭിക്കാം. ക്ലിയർ ആണല്ലോ. അപ്പം 5 വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുമ്പോൾ എല്ലാവരുടെ വയസ്സിനോടും 5 കൂടുന്നു എന്നുള്ളത് ആദ്യം ഓർത്ത് വെക്കുക. എല്ലാവരുടെ വയസ്സിനോടും 5 കൂടിയാൽ 25 ആൾക്കാരാണ്. അപ്പൊ 25 × 5 125ന്റെ അധികം വരും എന്നുള്ളതും കൂടെ ഓർത്ത് വെക്കുക. ആ കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് കിട്ടും, ഉത്തരം കിട്ടും. ശരിയാണല്ലോ. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോവാണേ. നോക്കിക്കേ, 44ാമത്തെ ചോദ്യം. ഇതില് ഏതാണ് ട്രയാങ്കുലാർ നമ്പേഴ്സ്, അതായത് ത്രികോണ സംഖ്യകളുടെ ശ്രേണി? ഈ ത്രികോണ സംഖ്യകൾ എന്ന് പറയുമ്പം സംഖ്യകളെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ത്രികോണങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്ന എണ്ണം. ഇപ്പൊ നോക്കിക്കേ, ഞാൻ ഒരാളെ വരച്ചു, പിന്നെ ഇവിടെ 2 പേരെ അല്ലേ, അതിലേക്ക് മുകളിലേക്ക് ഒരു കുത്തും കൂടി ഇടുമ്പോൾ അത് എന്തിന്റെ ഷേപ്പിലേക്ക് മാറി, ഒരു ത്രികോണത്തിന്റെ ഷേപ്പിലേക്ക് മാറി. ഇനി അടുത്തൊരു ത്രികോണം എനിക്ക് വരയ്ക്കണമെങ്കിൽ അടിയിൽ 3 പേര് വേണം, ഇവിടെ 2 പേര് വേണം, ഇവിടെ ഒരാൾ വേണം. അപ്പൊ നോക്കിക്കേ, 1, 3, 6 അങ്ങനെ തുടങ്ങിയ സംഖ്യകളെയാണ് നമുക്ക് കൃത്യമായിട്ട് ത്രികോണങ്ങളാക്കി മാറ്റാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ 1, 3, 6, 10, 15 ഇങ്ങനെ പോകുന്ന ആൾക്കാരായിരിക്കും എന്ത്, ത്രികോണ സംഖ്യകൾ ഉണ്ടാക്കാൻ സഹായിക്കുന്ന സംഖ്യകൾ. ഓക്കെ ആണല്ലോ. അപ്പൊ അതും നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് തന്നെ പറയാം.
ശരിയല്ലേ? ഇനി അടുത്ത ചോദ്യം നോക്കിക്കോളൂ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ സ്കിൽ? മാത്തമാറ്റിക്സ് ലേണിംഗ്, അതായത് നമ്മൾ പഠിക്കുന്നത് ഗണിത പഠനശേഷിയിൽ ഉൾപ്പെടുത്താത്തത് അല്ലെങ്കിൽ ഉൾപ്പെടാത്ത ആൾ ആരാണെന്നാണ് ചോദ്യം. ബാക്കി 3 പേരെയും നമ്മൾ നോക്കുന്ന സമയത്ത് കണക്കിന്റെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ തന്നെയാണ്. പ്രോബ്ലം അനാലിസിസ്, ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പഠിച്ച് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നു. പിന്നെ അടുത്ത നോക്കിക്കേ, മനപ്പാടമാക്കൽ, റോട്ട് ലേണിംഗ്. മനപ്പാടമാക്കൽ എന്ന് പറയുന്നത് മാത്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാതെ പഠിക്കുക എന്ന് പറയുന്ന ഒരു ശീലം കിട്ടുന്നതല്ല അല്ലേ? ഫോർമുലാസ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടി ബാക്കിയുള്ള ഓപ്ഷൻസ് വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളും തീരെ ചേരാത്തതായിട്ട് വരുന്നത് ആരാണ്? നമ്മുടെ ഓപ്ഷൻ ബി, റോട്ട് ലേണിംഗ് അഥവാ മനപ്പാടമാക്കൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മാത്സ് പഠിക്കുന്നതിലൂടെ കിട്ടുന്ന ഒരു സ്കില്ലല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതും ആരെ തന്നെയായിരിക്കും? ഈ റോട്ട് മെമ്മറൈസേഷൻ അല്ലെങ്കിൽ റോട്ട് ലേണിംഗ് എന്ന് പറയുന്ന ആളെയായിരിക്കും മനപ്പാടം ആക്കുന്നത്. ഓക്കെ, ഇനി 46ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇതിൽ തന്നിരിക്കുന്നത് നമ്മുടെ കണക്കുമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷണ രീതിയുടെ ഭാഗം അല്ലാത്തത്. എല്ലാത്തിലും ഒരു നോട്ട് ഉണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ പരീക്ഷണ രീതിയുടെ ഭാഗമല്ലാത്തത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എല്ലാ പാഠഭാഗങ്ങൾക്കും അനുയോജ്യമാണ്. നമ്മൾ ആ ടോപ്പിക് എടുത്ത സമയത്ത് എടുത്തു പറഞ്ഞൊരു കാര്യമാണ്. ഈ പറഞ്ഞ പോലെ പരീക്ഷണ രീതിയിലൂടെ എല്ലാ ടോപ്പിക്കുകളും, പ്രത്യേകിച്ച് കണക്ക് പോലെ ഒരു വിഷയത്തിൽ നമുക്ക് ഒരിക്കലും അവതരിപ്പിക്കാൻ പറ്റില്ല. ശരിയല്ലേ? ചിലപ്പോൾ നമ്മൾ നേരെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ടോപ്പിക്കുകൾ ഒരിക്കലും നമുക്ക് ഈ പറഞ്ഞ പോലെ പരീക്ഷണ രീതി വെച്ച് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ശരിയാണല്ലോ? അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പാഠങ്ങളും അതിന് അനുയോജ്യമായിരിക്കും എന്ന് പറഞ്ഞാൽ അത് തെറ്റല്ലേ? അതേ സമയത്ത് ബാക്കി 3 പേരെയും നോക്കിക്കേ, 3 പേരും അതിനോട് യോജിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ എ ആണ് അവിടെ ശരി ഉത്തരമായിട്ട് പറയാൻ സാധിക്കുന്നത്. ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് നോർവേജിയൻ അക്കാദമി ഓഫ് സയൻസ് ആൻഡ് ലെറ്റേഴ്സ് ഔട്ട്സ്റ്റാൻഡിംഗ് മാത്തമാറ്റീഷ്യന് കൊടുക്കുന്ന നമ്മുടെ അവാർഡ് ഏതാണെന്നുള്ള ചോദ്യമാണ് അല്ലെ? അപ്പൊ ഈ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പൊ നമുക്ക് ഇതിനനുസരിച്ച് കൊടുക്കുന്നത് നോർവീജിയൻ എങ്ങനെ കൊടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷെൻസ്, ഫീൽഡ്സ്, ആബേൽ, അങ്ങനെ രാമാനുജൻ പുരസ്കാരം, അങ്ങനെ കുറെ പേരുകൾ തന്നിട്ടുണ്ട്. ഇതിൽ ശരി ഉത്തരമായിട്ട് വരുന്നത് ആബേൽ പ്രൈസ് ആണ് കേട്ടോ. അപ്പൊ അത് നമ്മുടെ നോർവേജിയൻ അക്കാദമി ഓഫ് സയൻസ് ആൻഡ് ലെറ്റേഴ്സ് കൊടുക്കുന്നതാണ്. ഏറ്റവും നല്ല സംഭാവന കൊടുക്കുന്ന ഔട്ട്സ്റ്റാൻഡിംഗ് മാത്തമാറ്റീഷ്യന് കൊടുത്തു വരുന്ന അവാർഡാണ്. അപ്പൊ അത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഓപ്ഷൻ സി ആണെന്ന് നേരിട്ട് പറയാൻ പറ്റും. പിന്നെ അടുത്തതും നേരിട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ തന്നിരിക്കുന്നതിൽ മലയാളം ഡിജിറ്റ്, അതായത് നമ്പർ 8ന് തുല്യമായിട്ട് വരുന്ന മലയാളത്തിലെ ഒരു സംഖ്യ, മലയാളത്തിൽ പറയുന്ന അതിന്റെ സ്റ്റാൻഡേർഡ് ഫോം ഏതാണെന്നാണ്. ഓപ്ഷൻ എ ആണ് 8നെ സൂചിപ്പിക്കുന്ന ആ മലയാളം വാക്ക്. അതും കൂടെ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഓർത്ത് വെക്കുക. പിന്നെ അടുത്തത് 299229. ഈ തന്നിരിക്കുന്ന സംഖ്യയുടെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനാണ്. അപ്പൊ നിങ്ങൾ സാധാരണ പഠിച്ച പല രീതികളും അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ അതിലൊന്നും ഈ സംഖ്യ പോകുന്നില്ലാത്തതായിട്ട് തോന്നും. അപ്പൊ ഏറ്റവും ബെറ്റർ ഏതാണ്? നമുക്ക് ഓപ്ഷൻ വെച്ച് ചെയ്യുന്നത് തന്നെയായിരിക്കും. ഈ സംഖ്യ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് നോക്കുമ്പോൾ എളുപ്പപ്പണികൾ ഒരുപാട് പറഞ്ഞിരുന്നു. അറ്റത്ത് 3 വരുമ്പോഴായാലും 7 വരുമ്പോഴായാലും സംഖ്യ 9 തന്നെ ആയതുകൊണ്ടായിരിക്കണം ഓപ്ഷനിൽ 4 കൺഫ്യൂസിംഗ് ആയിട്ട് തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ആയിട്ട് നമ്മൾ റാൻഡം ആയിട്ട് ഏതെങ്കിലും ഓപ്ഷൻസ് വെച്ചിട്ട് 2 തവണ ഗുണിച്ച് നോക്കി ഉത്തരത്തിലേക്ക് എത്തുന്നത് തന്നെയായിരിക്കും ഇത് കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴി. ബാക്കി എളുപ്പവഴികളിലൂടെ സഞ്ചരിക്കുമ്പോഴൊക്കെ ആൻസർ കിട്ടാൻ ചിലപ്പോൾ അധികം സമയമെടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിന്റെ ഉത്തരം ഏതാണ്? 173. കാരണം 173 × 173 ചെയ്യുമ്പോഴാണ് ആരെ കിട്ടുന്നത്? ചോദ്യത്തിൽ തന്നിരിക്കുന്ന ആളെ കിട്ടുന്നത്. അപ്പോൾ അതിന്റെ വർഗ്ഗമൂലം അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോൾ ആ സംഖ്യയായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. പിന്നെ 50ാമത്തെ ചോദ്യം നോക്കിക്കേ. ഈ തന്നിരിക്കുന്നതിൽ എന്താണ് 1 ബില്യണ് സമമായിട്ട്? നിങ്ങൾക്കറിയാം 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 10⁹9 ആണ് അല്ലെ? 10⁹9 നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പൊ 10⁹9 അതും ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റിയ ചോദ്യമായിരുന്നു. അപ്പൊ ഓപ്ഷൻ എ ആണ് അവിടെ കറക്റ്റ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി നോക്കുമ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുവാണ്. ഈ തന്നിരിക്കുന്നതിൽ മാത്സ് ലോവർ പ്രൈമറി ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ ക്ലാസ്സുകളിൽ പറ്റുന്നതിൽ അനുയോജ്യമല്ലാത്തത് ഏതാന്നുള്ളതാ. അത് നിങ്ങൾക്ക് ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ അറിയാം. നമുക്കറിയാലോ ലോവർ പ്രൈമറി ക്ലാസ്സസിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റി തന്നെ അവർക്ക് കൊടുക്കാറ് അല്ലേ? കണക്കിനോട് ഇഷ്ടം വളരാനും കാര്യങ്ങൾ നന്നായിട്ട് ഗ്രഹിക്കാനും അവർക്ക് ആക്ടിവിറ്റി കൊടുത്തിട്ട് തന്നെ പ്രവർത്തനങ്ങളിലൂടെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഡൈവേർജന്റ് തിങ്കിങ്, മെറ്റാകോഗ്നിഷൻ എല്ലാം, ചിന്തയെക്കുറിച്ചിട്ടുള്ള ചിന്ത എല്ലാം വരുന്നുണ്ട്. പക്ഷേ പ്രോബ്ലം സോൾവിങ് യൂസിങ് ഫോർമുല, നിങ്ങൾ മനപ്പാടമാക്കാൻ കുറെ ഫോർമുലകൾ കൊടുത്തിട്ട് അത് വെച്ച് മാത്രം അവരെ കൊണ്ട് എന്താ പറയുക പ്രോബ്ലംസ് സോൾവ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് ചെറിയ ക്ലാസ്സിലെ പിള്ളേരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ 51ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നതും ഓപ്ഷൻ ബി തന്നെയായിരിക്കും. ശരിയാണല്ലോ? ഇനി നമ്മൾ പോകുന്നത് 52ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ്. നോക്കിക്കോളൂ, 1/4 ഹാഫ് അല്ലെ? അപ്പൊ ഒരു സംഖ്യയുടെ കാൽ ഭാഗം എന്ന് പറഞ്ഞാൽ സംഖ്യ നമുക്ക് അറിയാത്തതിനാൽ സംഖ്യ എന്ന് പറയുന്ന ആളെ നമ്മൾ എന്തെടുക്കും? എക്സ് ആക്കി എടുക്കുന്നു. ഈ എക്സിന്റെ കാൽ ഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിനെ 4 കൊണ്ട് ഹരിക്കുക. ശരിയല്ലേ? 1/4 അല്ലേ കാൽ എന്ന് പറയുന്നത്. അപ്പോ എക്സിന്റെ കാൽ ഭാഗം എന്ന് പറഞ്ഞാൽ x/4 വരും അല്ലെ? ഇനി അതേപോലെ ആ സംഖ്യയുടെ പകുതിയും ഇരട്ടിയും ചേർന്നാൽ എന്ന് പറഞ്ഞാൽ ചേരുമ്പോൾ എന്താ? പ്ലസ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഇതിനെ കൂട്ടുന്നു. ഈ സംഖ്യയുടെ പകുതി എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഹരിക്കുന്നു. പിന്നെ അതേസമയം ഇരട്ടി എന്ന് പറഞ്ഞാൽ 2x. ഇത് ചേർന്നാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 99 ആണ്. ഇത് സോൾവ് ചെയ്യാൻ നമുക്കറിയാലോ, എല്ലാത്തിന്റെയും അടിയിൽ നമ്മുടെ ഡിനോമിനേറ്റേഴ്സ് ഛേദഭാഗമുണ്ട്. അതിനെ തുല്യമാക്കിയാൽ നമുക്ക് നേരെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ ഇതിനെ ചെയ്തു വരുമ്പോൾ എന്താ വരിക?
ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല അല്ലെ. നമുക്ക് ഇവിടെ മുകളിലും താഴെയും ഒരു 2 കൊണ്ട് ഗുണിക്കാം, ഇവിടെ മുകളിലും താഴെയും ഒരു 4 കൊണ്ട് ഗുണിക്കാം. കാരണം ഛേദമെല്ലാം തുല്യമാക്കാൻ വേണ്ടി. അപ്പൊ ഇവിടെ 4 x/4 തന്നെ പ്ലസ് x × 2 എന്ന് പറഞ്ഞാൽ എത്രയായി? 2x ആയി. ഇത് 4 × 2 8x അല്ലെ. ബൈ എല്ലാത്തിന്റെ അടിയിൽ 4 ആണല്ലോ, ഈക്വൽ ടു 99. ഇനി നമ്മൾ ഇതിനെ എങ്ങനെയാ സോൾവ് ചെയ്യുക? ഈ 4നെ അങ്ങോട്ടേക്ക് നമ്മൾ കൊണ്ടുപോകും. എന്നിട്ട് ഈ മുകളിലുള്ള കൂട്ടത്തിലുള്ള എക്സുകളെല്ലാം നമ്മൾ ഒരുമിച്ച് കൂട്ടിയിട്ട് ഉത്തരത്തിലേക്ക് എത്തുന്നു. അപ്പൊ എക്സ് 3x 2x 8x എന്ന് പറയുമ്പോൾ 11x ആയി, ഈക്വൽ ടു 99 × 4. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എക്സിനെ അവിടെ വെക്കാം, 11നെ താഴേക്ക് എടുക്കാം അല്ലെ. 11 താഴേക്ക് പോകുമ്പോൾ എന്തായിട്ടാ മാറുക? ഞാൻ ഇതിനെ തൽക്കാലം ഗുണിക്കുന്നില്ല, പെട്ടെന്ന് ഉത്തരം കിട്ടാൻ വേണ്ടി. 11 ഇവിടെ ഗുണനമായത് കൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഹരണമാവും അല്ലെ. 11ഉം 99ഉം വെട്ടിയാൽ 9 ആയല്ലോ. 9 ഗുണിക്കണം 4 x = 36 എന്ന് നമുക്ക് ഉത്തരമായിട്ട് കിട്ടി. 36 നമ്മുടെ ഓപ്ഷനിലുണ്ട്, അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് അവിടെ കറക്റ്റ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി എങ്ങോട്ട് പോകുന്നു? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുവാണ്. അപ്പൊ ചോദ്യം എന്താ നോക്കാം. 3/4 പാർട്ട് ഓഫ് 1 മീറ്റർ അല്ലെ. 1 മീറ്ററിന്റെ 3/4 ഭാഗം എന്നത് 3 മീറ്ററിന്റെ എത്ര ഭാഗമാണ്? ഇത് ശരിക്കും നിങ്ങൾക്ക് ഒരുപാട് രീതികളിൽ ചെയ്യാം. അപ്പോൾ അതിൽ കോമൺ ആയിട്ട് നമുക്ക് ആലോചിച്ച് പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു രീതി ഞാൻ പറഞ്ഞുതരാം. 1/4 ഭാഗമാക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാ? 1 2 3 ശരിയല്ലേ? ഇതാണ് 1നെ നമുക്ക് ഈക്വൽ ആയിട്ട് 4 ഭാഗങ്ങളാക്കാലോ. ഇതിന് എന്താണ് നമ്മൾ പറയാ? 3/4 എന്ന് പറഞ്ഞാൽ ഇത്രയും പോർഷനാണ് നമ്മുടെ 3/4 ആയിട്ട് വരുന്നത്. ശരിയാണല്ലോ? ഇങ്ങനെ 3 മീറ്ററാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് 1 മീറ്റർ ആണേ. ഇനി രണ്ടാമത്തെ മീറ്ററിൻ്റെതും ഞാൻ ഇതുപോലെ വരയ്ക്കുന്നു. എനിക്ക് എത്ര പീസസ് ആക്കാം? 1 2 3. മൂന്നാമത്തെ ആളെയും ഇതുപോലെ വരയ്ക്കുന്നു. എത്ര പീസാക്കാം? 1 2 3. അപ്പൊ നോക്കിക്കേ, ടോട്ടൽ എത്ര പീസുകൾ ഉണ്ട് നോക്കിയാൽ മതി അല്ലെ. ഇത് നോക്കിക്കോ, 1 2 3 4, അതേപോലെ ഇവിടെ 5 6 7 8 9 10 11 12. അപ്പൊ മൊത്തം 12 ഭാഗങ്ങളാണുള്ളത്. ശരിയല്ലേ? മൊത്തം 12 ഭാഗങ്ങൾ കേട്ടോ. അപ്പൊ മൊത്തത്തിനെയാണ് നമ്മൾ എപ്പോഴും എവിടെ എഴുതുക? അടിയിൽ എഴുതുക. നമ്മൾ ഭിന്നസംഖ്യകൾ പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൊത്തം എത്ര ഉണ്ടോ അതിനായിരിക്കും എപ്പോഴും താഴെ എഴുതുക. ഇനി അതിൽ നിങ്ങളിപ്പോൾ ഓൾറെഡി ഷെയ്ഡ് ചെയ്ത് വെച്ചത് എത്ര ഭാഗ? 3 ഭാഗങ്ങളല്ലേ. നോക്കിക്കേ, 1 2 3, ഈ 3 ഭാഗത്തല്ലേ നമ്മൾ ഇതുവരെ കർപ്പിച്ച് വെച്ചിട്ടുള്ളൂ. 3/4 ഭാഗം എന്ന് പറയുമ്പോൾ 3 എണ്ണേ വരുന്നുള്ളൂ. 3/12. 3/12 എത്രയാണ് തുല്യം? ഇതിനെ വെട്ടിച്ചെറുതാക്കിയാൽ നമ്മുടെ ഉത്തരം 1/4 ആയിരിക്കും. ഓക്കെ, 1/4. അങ്ങനെ ആലോചിക്കാം. അല്ലാതെയും നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? ഈ 1 എന്ന് പറയുന്നതിൽ 3/4, എത്ര 3/4 കൂടുമ്പോഴായിരിക്കും സംഭവിക്കുന്നത്? നമുക്ക് 3 കിട്ടുന്നുണ്ടായിരിക്കാം. 1.5 1.5. അപ്പൊ ആ രീതിയിൽ ചിന്തിക്കാം. പക്ഷെ അത്രയും ബുദ്ധിമുട്ടായി പോകണം എന്നില്ല. ഇതുപോലെ ആലോചിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം? സിമ്പിൾ ആയിട്ട് അതിന്റെ ഉത്തരത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇങ്ങനെ 3 എണ്ണമാക്കി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് 3/4 ഭാഗം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇങ്ങനെ പറഞ്ഞ് നേരെ എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ അല്ലേ. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. അപ്പൊ നോക്കിക്കേ, അടുത്ത ചോദ്യം. ഇതിൽ 39 എന്ന് പറയുന്നതിന്റെ ലാർജസ്റ്റ് മൾട്ടിപ്പിൾ അല്ലെ. 3 അക്കങ്ങളിലെ ഏറ്റവും എണ്ണൽ സംഖ്യകളിൽ 39ന്റെ ഏറ്റവും വലിയ ഗുണിതം ഏത്? അപ്പോൾ ഇതും നിങ്ങൾക്ക് 39ന്റെ ഡിവിസിബിലിറ്റി ഹരണ ശേഷം അത് നിങ്ങൾ പഠിക്കുന്നില്ലെങ്കിലും നിങ്ങൾക്ക് ചിലതൊക്കെ റാൻഡം ആയിട്ട് എടുത്തു നോക്കിയിട്ടൊന്ന് ഹരിച്ചു നോക്കിയാലും ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും കേട്ടോ. അപ്പൊ 39 കൊണ്ട് കൃത്യമായിട്ട് പോവാ എന്ന് പറയുമ്പോൾ ഇയാൾ കൃത്യമായിട്ട് 39 കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റണം? ഹരിക്കാൻ പറ്റണം എന്നാണല്ലോ അർത്ഥം. അപ്പൊ 4 ഓപ്ഷനിൽ നിങ്ങൾക്ക് എടുത്തു നോക്കി ഓപ്ഷൻസ് വെച്ചിട്ടും ഉത്തരത്തിലേക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ നോക്കുമ്പോഴും നമ്മൾ 39നോട് ശേഷം ഹരിക്കാൻ പറ്റുന്ന ആളെന്ന് പറയുന്നത് ഏതാണ്? 975 ആയിരിക്കും. അപ്പൊ അതാണ് നമ്മുടെ അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് നോക്കിക്കേ, ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അതായത് കുട്ടിയുടെ നിത്യജീവിതവുമായി ബന്ധപ്പെടുത്തിയതാവണം ഗണിത ആശയങ്ങൾ അവതരിപ്പിക്കേണ്ടത്. ഒരു കുട്ടിയുടെ ഡെയിലി ലൈഫിലെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടായിരിക്കണം നിങ്ങൾ എന്ത് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്? അവരെ പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. രണ്ടാമത്തത് ടീച്ചറും കൂടെ കുട്ടിയുടെ കൂടെ തന്നെ സഹപാഠിയെ പോലെ തന്നെ കാര്യങ്ങൾ പഠിച്ച് ഗ്രഹിച്ച് കൂടെ തന്നെ നിൽക്കേണ്ടതായിട്ടുണ്ട്. മൂന്നാമത്തത് എന്ത് ചെയ്യണം? നമുക്ക് യൂണിറ്റുകൾ പെട്ടെന്ന് കുട്ടികളെ പഠിപ്പിച്ച് തീർത്താൻ കഴിവുള്ള ആൾക്കാരായിരിക്കണം. നാലാമത്തത് കുട്ടിക്ക് മാത്സ് ക്ലബ് ആക്ടിവിറ്റീസ് ഒക്കെ വഴി എന്ത് ചെയ്യാം? മാത്സിനോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ആളായിരിക്കണം. അപ്പൊ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ തന്നിരിക്കുന്നതിൽ തെറ്റായ കാര്യം ഏതാ? നമ്മൾ യൂണിറ്റുകൾ വെറുതെ കുട്ടികളെ വളരെ സ്പീഡിൽ ഒരാഴ്ച കൊണ്ട് 2 യൂണിറ്റ് പെട്ടെന്ന് തീർത്ത് പഠിപ്പിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല അല്ലെ. അങ്ങനെ വായിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റുന്ന ആളെന്നേ ഉള്ളൂ. ഓപ്ഷൻ സി ആണ് അവിടെ എന്തായിട്ട് വരുന്നത്? ശരി ഉത്തരമായിട്ട് വരുന്നത് എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ട്. ഓക്കെ, അപ്പൊ അവിടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നോക്കിക്കേ, അടുത്തൊരു ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ സ്മോളസ്റ്റ്? ഇതും നിങ്ങൾക്ക് ഇങ്ങനെ ഭിന്നസംഖ്യകളുടെ ഈ അംശവും ഛേദമൊക്കെ വെച്ചിട്ട് വലുതേതാ ചെറുതേതാന്ന് പഠിക്കാനുള്ള രീതികളൊക്കെ നമ്മൾ മുന്നേ ക്ലാസ്സുകളിൽ പറഞ്ഞതായിരുന്നു. പക്ഷെ അതല്ലാതെയും നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കുറേ രീതികളുണ്ട്. ഇതിനെ ജസ്റ്റ് ഒന്ന് ഹരിച്ചു നോക്കിയാൽ മതി. കാരണം ഒരുപാട് വലിയ സംഖ്യകളല്ല തന്നിരിക്കുന്നത് അല്ലേ. അപ്പൊ നേരെ നിങ്ങൾക്ക് ആദ്യത്തെ ആളെ 1.7 എഴുതാം. അപ്പോൾ ഈ തന്നിരിക്കുന്ന ആളെ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം?
അപ്പൊ ഇതിന്റെ ഉത്തരങ്ങളെ നിങ്ങൾക്ക് നേരിട്ടിട്ട് ഭിന്നസംഖ്യകളെ ദശാംശത്തിലേക്ക് മാറ്റാം. 1.7 അല്ലെ. ഇതിനൊന്നും കൂടെ ചെറുതാക്കാലോ. 25 എന്ന് പറയുമ്പോൾ എത്ര തവണയായിരിക്കും? നമുക്ക് 5 5 തവണ, 15 3 തവണ. അപ്പൊ 5/3 ചെയ്താലുള്ള ഉത്തരം എത്രയാണെന്ന് ചെയ്ത് നോക്കാം. അതേപോലെ 12/7 എത്രയാണ്, 7/5 എത്രയാണ്. അങ്ങനെ ഹരിച്ചു നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഉത്തരങ്ങൾ കൃത്യമായിട്ട് കിട്ടും. ഡിവൈഡ് ചെയ്യുമ്പോൾ എല്ലാം പോയിന്റ് വെച്ച് നോക്കുമ്പോൾ ചെറുതായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എന്ത് മനസ്സിലാക്കാം? 5.3 എന്ന് പറയുമ്പോൾ ഇതിന് 1.6, ഇത് 1.71 സംതിങ്, ഇത് 1.4 അങ്ങനെയാണ് വരുന്നത്. അപ്പൊ അത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നേരിട്ട് ഉത്തരം പറയാൻ പറ്റും. ഇപ്പൊ 7/5 തന്നെയാണ് എന്ത് ശരി ഉത്തരമായിട്ട് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചോദ്യത്തിലും നമ്മൾ തീവണ്ടി പാളത്തിലൂടെ സഞ്ചരിക്കുന്നു, സ്പീഡ്, ആ രീതിയിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടു കാണും. അപ്പൊ അങ്ങനത്തെ ചോദ്യം തന്നെയാണ്. 240 മീറ്റർ ആണ് നീളം. അപ്പൊ മീറ്റർ ആകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 56 കിലോമീറ്റർ പെർ ഹവർ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റിയതിന് ശേഷമേ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം ഈ 54നെ എന്ത് ചെയ്യാം? എങ്ങനെയായിരുന്നു നമ്മൾ പഠിച്ചത്? 5/18 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇതിനെ നേരെ വെട്ടി ചെറുതാക്കാലോ അല്ലെ. 18 ഇൻറ്റു എത്രയായിരിക്കും? 54 എന്ന് പറയുന്നത് 3 ആണല്ലോ. അപ്പൊ 3 ഇൻറ്റു 5, ഇതിനെ നമുക്ക് 15 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറ്റാം. ശരിയല്ലേ? ഇനി നമുക്ക് അറിയേണ്ടത് സമയമാണ് അല്ലെ. എത്ര സമയം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സമയത്തിൻ്റെത് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? സ്പീഡ് എന്ന് പറഞ്ഞാൽ ദൂരം ബൈ സമയമാണ്. അപ്പൊ സമയം ഇങ്ങോട്ടും നമ്മുടെ സ്പീഡ് താഴേക്കും വന്നു കഴിഞ്ഞാൽ നമുക്ക് സമയം ഈക്വൽ ടു ദൂരം ബൈ സ്പീഡ് എന്ന് മാറ്റാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നേരെ ഇതിന് എന്ത് ചെയ്യാം? നോക്കിക്കേ, 240 ആണ് നമ്മുടെ ദൂരം. 240 ബൈ എത്രയാണുള്ളത്? 15. ഇത് ചെറുതാക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഉത്തരം എത്രയായിരിക്കും? 16 എന്നുള്ളതാണ്. അപ്പൊ 16 സെക്കൻഡ് സമയം എന്നുള്ളത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചവർക്ക് വളരെ എളുപ്പമായിട്ട് തന്നെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. The largest 4-digit number is subtracted from the smallest 6-digit number അല്ലെ. അതായത് ഏറ്റവും ചെറിയ 6 അക്ക സംഖ്യയിൽ നിന്നും ഏറ്റവും വലിയ 4 അക്ക സംഖ്യ കുറച്ചാൽ കിട്ടുന്ന സംഖ്യ ഏത്? അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ? സംഖ്യകളെ തമ്മിൽ എങ്ങനെയാ വേണ്ടെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ. അപ്പൊ ഏറ്റവും ചെറിയ 6 അക്ക സംഖ്യ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? ഏറ്റവും ചെറിയ 6 അക്ക സംഖ്യ, ഏറ്റവും ചെറിയ 6 അക്ക സംഖ്യ എന്ന് പറഞ്ഞാൽ 1 5 0 ആയിരിക്കും അല്ലെ. ഇതായിരിക്കുമല്ലോ ഏറ്റവും ചെറിയ 6 അക്കങ്ങളുള്ള സംഖ്യ. ഇനി അതിൽ നിന്നും ആരെയാ നമ്മൾ കുറയ്ക്കുന്നത്? ഏറ്റവും വലിയ 4 അക്ക സംഖ്യ. വലിയ 4 അക്ക സംഖ്യ എന്ന് പറഞ്ഞാൽ 999. ഇതിനെ മൈനസ് ചെയ്ത് കളയുന്നു. ഇതിനെ മൈനസ് ചെയ്താൽ ഇവിടെ എത്രയായിരിക്കും? 10 ആവും. ഇയാൾ 9 ആയി, ഇയാളും 9 ആയി, ഇതും 9 ആയി, ഇവിടെയും പോയി ഇയാള് 9 ആയി അല്ലെ. അപ്പൊ 10 9 കുറയ്ക്കുമ്പോൾ ഇവിടെ 1, ഇതെല്ലാം 0 ആയി. പിന്നെ ആരാ ബാക്കിയുള്ളത്? ഒരു 9. അപ്പൊ നമ്മുടെ ഉത്തരം കറക്റ്റ് അല്ലേ? നോക്കൂ, 9 3 0 1. അത് തന്നെയാണ് നമ്മുടെ ഓപ്ഷൻ ബിയിലും പറഞ്ഞിരിക്കുന്നത്. 9 3 0 1. ശരിയാണല്ലോ. അപ്പം അതാണ് അതിന്റെ ഉത്തരവായിട്ട് വരുന്നത്. ഇനി അടുത്തത് നമുക്ക് 59ാമത്തെ ചോദ്യം നോക്കാം. ഇതിൽ മൊത്തം എത്ര ചതുരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് നോക്കേണ്ടത് അല്ലെ. അപ്പൊ ചതുരങ്ങൾ എണ്ണുന്ന സമയത്ത് കൃത്യമായിട്ട് എണ്ണണം. അതായത് ഈ തന്നിരിക്കുന്നതില് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ചതുരാണ് അല്ലെ. ഇയാളൊരു ചതുരമാണല്ലോ. അതേപോലെ എണ്ണുമ്പോൾ 1 2 3 4 5 6 7 8 9 10 എണ്ണം നിങ്ങൾക്ക് അവിടെ തന്നെ കിട്ടും. പക്ഷെ ആ 10 കൊണ്ട് തീരില്ല. നിങ്ങൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യം, ഇയാളൊരു ചതുരാണല്ലോ. അപ്പൊ 11 അല്ലെ. ഇനി അതേപോലെ എത്ര ചതുരങ്ങൾ ഉണ്ട് നോക്കിക്കേ. ഇവിടെ ഒരാളെ കാണാം. ഇതെത്രയാണ്? 12. അതേപോലെ ഇവിടെ കാണുന്നുണ്ട്. ഇതെത്രയായി? 13. വീണ്ടും ഒരു ചതുരം കൂടി ഇതിന്റെ ഇടയിലുണ്ട്. അയാളാണ് ഈ കാണുന്ന ചതുരം. അപ്പൊ മൊത്തം 14 ചതുരങ്ങൾ ഇതിലുണ്ട് കേട്ടോ. അപ്പൊ ഉത്തരം എത്രയാണ്? ഓപ്ഷൻ ബി 14 ആയിരിക്കും. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റിനിലേക്ക് നമ്മൾ എത്തി. ഇനി നോക്കേണ്ടത് വിച്ച് നമ്പർ വിൽ റിപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക്. ഈ തന്നിരിക്കുന്ന ചോദ്യചിഹ്നം ഉണ്ടല്ലോ, അതിന് പകരമായിട്ട് നമുക്ക് വരുന്ന സംഖ്യ ഏതാന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ ഇതിനെ നിങ്ങൾക്ക് അറിയാം, ഇതിനെ ഒന്ന് ഷോർട്ടൺ ചെയ്യണം. എങ്ങനെയാ നമ്മൾ ഷോർട്ടൺ ചെയ്യുന്നത്? ഇതിപ്പോ ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആണ്, മിശ്ര ഭിന്നമാണ്. അപ്പൊ അതിനെ നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ഇതൊക്കെ ചെയ്തിട്ട് അറിയാലോ. 12 ഇൻറ്റു 5 ആദ്യം ചെയ്യും അല്ലെ. അപ്പൊ 12 ഇൻറ്റു 5 പ്ലസ് 7/5. അതേപോലെ എല്ലാ സംഖ്യകളെയും നമ്മൾ ചെയ്തു പോകും. 8 ഇൻറ്റു 5 പ്ലസ് 7/5 പ്ലസ് ആ ക്വസ്റ്റ്യൻ മാർക്ക് അങ്ങനെ തന്നെ വെക്കാം. ഈക്വൽ ടു അപ്പുറത്തെ സൈഡിലും അതേപോലെ ചെയ്യാം. അപ്പൊ നമുക്ക് ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ എന്തറിയാം? 12 ഇൻറ്റു 5 60 ആണ്. 60 പ്ലസ് 7 എന്ന് പറയുമ്പോൾ 67/5 പ്ലസ് അടുത്ത ആൾ നോക്കിക്കേ. 8 ഇൻറ്റു 5 40 പ്ലസ് 7 എന്ന് പറഞ്ഞാൽ 47/5. ഇയാളെ നമുക്ക് അറിയാത്തത് കൊണ്ട് ക്വസ്റ്റ്യൻ മാർക്ക് ആക്കി തന്നെ വെക്കാം. ഇനി അപ്പുറത്തോ 13 ഇൻറ്റു 5 പ്ലസ് 7 എന്ന് വരും. 13 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ എത്രയാണ്? 65 വരും അല്ലെ. 65 പ്ലസ് 7 എന്ന് പറയുമ്പോൾ നമ്മുടെ ആൻസർ എത്രയായിരിക്കും? 72. പിന്നെ ബൈ 5 അടിയിലുണ്ടല്ലേ,
പ്ലസ് അടുത്തത് എന്ത് വരും? ഉത്തരം നോക്കിക്കേ, 15 × 5 എന്ന് പറയുമ്പോൾ 125, 125 പ്ലസ് 7 എന്ന് പറയുമ്പോൾ എഗെയിൻ എത്ര വന്നു? 82/5 എന്ന് വന്നു. ശരിയല്ലേ? ഇതിനെ നമുക്കൊന്ന് സോൾവ് ചെയ്യാം. എല്ലാത്തിന്റെയും അടിയിൽ 5 ആയതുകൊണ്ട് എളുപ്പത്തിൽ നിങ്ങൾക്ക് ആൻസറിലേക്ക് കിട്ടും അല്ലെ. അപ്പൊ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എത്ര വന്നു? 7 + 7 4. അപ്പൊ മുകളിൽ വന്ന് 114/5 പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക് ഈക്വൽ ടു ഇത് ആഡ് ചെയ്യുന്ന സമയത്തോ 154/5. ശരിയല്ലേ? അപ്പോൾ ഇനി ഈ ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടുപിടിക്കാൻ ഇയാളെ നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് എടുക്കുമല്ലോ. അപ്പോൾ 154/5 മൈനസ് 114/5 എന്ന് വരും. ഇവരെ തമ്മിൽ മൈനസ് ചെയ്താൽ എന്താ വരിക? 0.4 അല്ലേ. 40/5 എന്ന് കിട്ടും. 40/5 എന്ന് പറഞ്ഞാൽ ആരാണ്? 8 ആണ് നമ്മുടെ ലാസ്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇന്ന് കഴിഞ്ഞ എക്സാമിന്റെ മാത്സിന്റെ പോർഷനിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്ന ചോദ്യങ്ങൾ.